പഹൽഗാം ഭീകരാക്രമണത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് രാജ്യം. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ 28 ജീവനുകളാണ് പൊലിഞ്ഞത്. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി എന്നാണ് സൂചന. എന്നാൽ ഭീകരാക്രമണത്തിൽ പാക് ബന്ധമെന്ന വാർത്തകൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി നിഷേധിച്ചു. കൂട്ടക്കുരുതിക്ക് ഇരയായ 25 പേരുടെ മൃതദേഹങ്ങൾ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിൽ എത്തിച്ചു. 1 മണിയോടെ മൃതദേഹങ്ങൾ ഡൽഹിയിലെത്തിക്കും. എറണാകുളം ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രി 7:30 കൊച്ചിയിൽ എത്തിക്കും. പഹൽഗാമിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അമിത്ഷാ ഉടൻ പഹൽഗാമിൽ എത്തും. അതേസമയം ജമ്മു കശ്മീർ ബാരാമുള്ളയിലെ നിയന്ത്രണ രേഖയിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായി. സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 തീവ്രവാദികളെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ, കൊച്ചി ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ വീട്ടിൽ നിന്ന് സഹിൻ ആന്റണി എന്നിവർ ചേരുകയാണ്. ആദ്യം നാഷണൽ ഡെസ്കിലേക്ക് പോകുന്നു, ശ്രീജിത്ത് ബാലകൃഷ്ണനിലേക്ക്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ നമുക്ക് കശ്മീരിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്? ഈ ഭീകരവാദികൾക്കായുള്ള തെരച്ചിൽ ഏത് തരത്തിൽ നടക്കുന്നു? നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്നത്, സ്ക്രീനിൽ കാണിക്കുന്നത് അവിടെ നിന്നുമുള്ള ലൈവ് ദൃശ്യങ്ങളാണ്. അമിത്ഷാ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. മരണമടഞ്ഞവർക്കുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നു അദ്ദേഹം. അതല്ലാതെ തന്നെയും അവിടെ ഉന്നതതല യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം വന്നതാണ് അമിത്ഷായോട് ശ്രീനഗറിലേക്ക് തിരിക്കുവാൻ, പഹൽഗാമിലേക്ക് തിരിക്കുവാനുള്ള നിർദ്ദേശം. അദ്ദേഹം അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഈ ഭീകരവാദികൾക്കായുള്ള തെരച്ചിൽ, ഇന്നലെ ഭീകരാക്രമണം നടത്തിയവർക്കായുള്ള തെരച്ചിലൊക്കെ ഏത് തരത്തിലാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ? ലക്ഷ്മി, തീർച്ചയായും ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം ഇതുതന്നെയാണ്. അമിത്ഷാ അവിടെ ഈ ഇന്നലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് അയക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവർക്ക് അദ്ദേഹം അന്തിമോപചാരം അവിടെ നേരിട്ടെത്തി അർപ്പിക്കുകയാണ്. എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിലെത്തിക്കും. ശ്രീനഗറിൽ സ്വന്തം നാടുകളിലേക്ക് അയക്കും. മലയാളി രാമചന്ദ്രൻ്റെ മൃതദേഹം ഏതാണ്ട് 8:30 കേരളത്തിലെത്തും, കൊച്ചിയിലെത്തുമെന്നാണ് ഇപ്പോൾ നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അമിത്ഷാ ഇന്നലെ തന്നെ ശ്രീനഗറിലെത്തിയിരുന്നു. അവിടെ ശ്രീനഗറിൽ ഉന്നതതല യോഗമൊക്കെ ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അദ്ദേഹം പഹൽഗാമിലെത്തിയാണ് ഇന്നിപ്പോൾ ഈ കൊല്ലപ്പെട്ടവർക്ക് അന്തിമോപചാരം അദ്ദേഹം തന്നെ നേരിട്ട് അർപ്പിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്, ഇന്നലെ അവിടെ എന്താണ് നടന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഏതാണ്ട് 70 റൗണ്ട് വെടിയുതിർത്തിരുന്നു തീവ്രവാദികൾ സാധാരണക്കാർക്ക് നേരെ, ടൂറിസ്റ്റുകൾക്ക് നേരെ. വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ്, വലിയ ഗുരുതരമായ ഭീകരവാദ പ്രവർത്തനമാണ് ഇന്നലെ അവിടെ നടന്നിരിക്കുന്നു എന്നതിന് വ്യക്തമാണ്. അതായത് സാധാരണക്കാർക്ക് നേരെ, ടൂറിസ്റ്റുകൾക്ക് നേരെ ഏതാണ്ട് 50 മുതൽ 70 റൗണ്ട് വരെ വെടിവെക്കുന്നു തീവ്രവാദികൾ. ഉപയോഗിച്ചിരുന്നത് AK-47 അടക്കമുള്ള വലിയ സംവിധാനങ്ങളുള്ള തോക്കുകൾ. അതോടൊപ്പം തന്നെ ഇവരെത്തിയത്, ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇവരെത്തിയത്, ഏത് രൂപത്തിലാണ് എത്തിയത്. സൈനിക വേഷത്തിൽ എത്തിയെന്നാണ് ദൃക്സാക്ഷികൾ നമ്മളോടക്കം പറഞ്ഞിരുന്നത്. ആ സൈനിക വേഷം ഇങ്ങനെയായിരുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ, ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ, ഏത് സാഹചര്യത്തെയും ഏത് നിറത്തോടും യോജിക്കുന്ന രൂപത്തിലുള്ള വേഷവിധാനമായിരുന്നു. അതായത് സൈനിക വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന സാധാരണഗതിയിലുള്ള സൈനിക വേഷമല്ല. അതായത് ആ പഹൽഗാമിലെ കാലാവസ്ഥയ്ക്കും പഹൽഗാമിലെ പ്രകൃതിയുടെ നിറത്തിനും മരങ്ങളുടെയും ഇലകളുടെയും നിറത്തിനും അനുയോജ്യമായ വേഷവിധാനങ്ങൾ വേഷമാണ് ഇന്നലെ അവർ ഉപയോഗിച്ചിരുന്നത്. അത് സൈനിക വേഷത്തോട് സാമ്യമുള്ളത്, അല്ലെങ്കിൽ സൈനികർ ഉപയോഗിക്കുന്ന രൂപത്തിലുള്ള വേഷം തന്നെയാണ്. ഒരുപക്ഷെ ഇത് വിരൽ ചൂണ്ടുന്നത് വലിയ രൂപത്തിലുള്ള പ്ലാനിങ്, വലിയ രൂപത്തിലുള്ള ആസൂത്രണം, വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: അതായത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഈ 7 അംഗ സംഘം പല രൂപത്തിലായി യോജിച്ച ശേഷം ഇന്നലെ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും, പാക് അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടക്കുന്നു. അവിടെ ജമ്മു കശ്മീരിലെത്തുന്നു. ജമ്മു കശ്മീരിൽ നിന്നും അവർ കോക്കർനാഗിലെത്തുന്നു. കോക്കർനാഗിൽ നിന്നും ആണ് പഹൽഗാമിലേക്ക് എത്തുന്നത്. അതായത് ഏതാണ്ട് 300 കിലോമീറ്ററോളം ഇവർ പല രൂപത്തിൽ, പല സാഹചര്യത്തിൽ, പല ദിവസങ്ങളിലായി യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് പഹൽഗാം എത്തുന്നത്.
പഹൽഗാമിൽ ഇവർക്ക് പ്രാദേശികമായ സഹായം ലഭ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ 300 കിലോമീറ്ററിനകത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ ദിവസങ്ങളിൽ ഇവർക്ക് പ്രാദേശികമായ സഹായം ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതാണ് ഇന്ന് അജിത് ഡോവൽ പ്രധാനമന്ത്രിയോട് രാവിലെ വിശദീകരിച്ചത്. ഈ രൂപത്തിലാണ് ഭീകരർ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവർക്ക് ലഷ്കർ ബന്ധമുണ്ട്. അതായത് ഇന്ത്യയിൽ നിരോധിച്ച പല വിദേശ രാജ്യങ്ങളും നിരോധിച്ച, അമേരിക്ക നിരോധിച്ച ലഷ്കർ ഇ തോയ്ബയുമായി ഇതിന് ബന്ധമുണ്ട്, ഇവർക്ക് ബന്ധമുണ്ട്, ഈ ഭീകരവാദികൾക്ക് ബന്ധമുണ്ട് എന്ന കാര്യം കൂടിയാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയോട് പറഞ്ഞു വെക്കുന്നത്, വിശദീകരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ഇന്നിപ്പോൾ രാവിലെ ഏറ്റവും സുപ്രധാനമായി ജമ്മു കാശ്മീർ DGPയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഷേഷ്പോൾ വൈദ് എന്നാണ്. അദ്ദേഹം പറയുന്നത് ഇത് പുൽവാമ 2, അതായത് പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ തുടർച്ച എന്നോണം, അല്ലെങ്കിൽ അതിന് സമാനമായി ഈ ആക്രമണത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ഇതൊരു ഹമാസ് ആക്രമണത്തിന് സമാനമായ, അതായത് ഹമാസ് ഇസ്രായേലിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് സമാനമായ ഒരു ആക്രമണമാണെന്നാണ് ജമ്മു കാശ്മീരിൻ്റെ മുൻ ഡി ജി പി ഷേഷ്പോൾ വൈദ് പറയുന്നത്. അതായത് വലിയ രൂപത്തിലുള്ള ഭീകരാക്രമണം, അസാധാരണഗതിയിലുള്ള ഭീകരാക്രമണമല്ല, ഹമാസ് നടത്തിയതുപോലുള്ളൊരു ഭീകരാക്രമണം എന്നാണ് ജമ്മു കാശ്മീരിൻ്റെ മുൻ DGP പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി നടത്തിയ ചില വിവാദ പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളോട് കൂട്ടിച്ചേർത്തതിനെ വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന് തക്കതായ തിരിച്ചടി നൽകേണ്ടതുണ്ട്. അതുമാത്രമല്ല, പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണം എന്ന് പറയുന്നത് ഇന്ത്യയെ പല രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇത് ഹമാസുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺഖ്വയിലും സിന്ധിലുമൊക്കെ നടക്കുന്ന പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്നുകൂടി ഫോർമർ ജമ്മു കാശ്മീർ DGP പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ.